അപ്പോൾ നമുക്ക് നമ്മുടെ ചേന വൻപയർ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേന ക്യൂബ്സായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പ് വരും. ഇതിലേക്കായിട്ട് 1.25 കപ്പ് തേങ്ങ ചിരവിയത്, അതിൽ 1 കപ്പ് നമുക്ക് അരയ്ക്കാനും 1/4 കപ്പ് വറവിടാനും വേണ്ടിയിട്ടാണ്. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മുടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില. അപ്പോൾ ഈ എരിശ്ശേരിയിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻപയറാണ്, ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ചേന കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ചേനയും പയറും എല്ലാം ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട് പയറിനേക്കാൾ. പയർ സോക്ക് ചെയ്തതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പയറും ചേനയും ഒരുമിച്ച് കുക്ക് ചെയ്താലും കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ചേന ഒരു വിസിൽ വന്നിട്ട് നമുക്ക് പയർ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ രണ്ടായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ചട്ടിയിൽ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ചേന കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണിത്. പിന്നെ നമ്മുടെ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. ഇതൊരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അധികം വെള്ളം വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരിശ്ശേരി എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം ഉള്ള രീതിയിലുള്ള ഗ്രേവി, ഒഴിച്ചേറി പോലെയല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിലേക്കായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി 6-7 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും വൻപയർ എന്ന് പറയുമ്പോൾ പേടിയാണ്, വയറുവേദന വരുമോ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ചേർക്കാറില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളി ചേർത്തിട്ട് തന്നെയാണ് എരിശ്ശേരിക്കൊക്കെ അരയ്ക്കുക. അതുപോലെ തന്നെ 2-3 ഇതിൽ കറിവേപ്പില. പിന്നെ നമുക്ക് വറവിടാനുള്ളത് കഴിച്ചിട്ട് ബാക്കി 1 കപ്പ് തേങ്ങ ചേർക്കുക. ഇതിൽ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി പോലെ അധികം തേങ്ങ ആവശ്യമില്ല കേട്ടോ വറവിടാനായിട്ട്, കുറച്ച് മതി. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, വീണ്ടും 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിയലിനേക്കാൾ ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഫൈൻ പേസ്റ്റ് ആവേണ്ട, മോരുകറി പോലെ ആവേണ്ട. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചേന കുക്ക് ചെയ്ത് മാറ്റി അതിലേക്ക് തന്നെ, ആ ചേന വേവിച്ച വെള്ളത്തിലേക്ക് തന്നെ നമ്മുടെ പയർ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേനയും പയറും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേന ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2ആയിട്ട് കുക്ക് ചെയ്യുന്നത്. ചട്ടിയിലൊക്കെ ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ പയർ വേവാൻ കുറച്ചുകൂടി വെള്ളം വേണം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പയർ കുക്കായി വരട്ടെ. പയറും ഒരു വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. ഇനി പയർ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ പയറും ഒരു വിസിലൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ചേനയുടെ കൂടെ ചേർക്കാൻ പോവാണ്. അപ്പോൾ അധികം വെള്ളമില്ല കേട്ടോ, നമ്മൾ പയർ കുക്ക് ചെയ്തെടുത്തതിലും അധികം വെള്ളമില്ല. അപ്പോൾ നമുക്ക് അരപ്പിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരപ്പും കൂടി ചേർക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. മിക്സിയുടെ ഈ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഒഴിക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിലാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അരപ്പ് ഒന്ന് കുക്കായി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേനയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പയർ വേവിക്കുമ്പോൾ ആ ചേന വേവിച്ച വെള്ളത്തിലേക്ക് ചേർത്തതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വറവ് ചേർക്കാം. പിന്നെ കഷ്ണങ്ങൾ ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇളക്കി വരുമ്പോൾ തന്നെ ചേനയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങും. വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എരിശ്ശേരി കാണാൻ ഭംഗി ഉണ്ടാവില്ല, കുഴഞ്ഞിരിക്കും, നമ്മുടെ കൂട്ടുകറിയൊക്കെ പോലെ ആയിപ്പോവും. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഉടയ്ക്കാതിരിക്കുക. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. നമ്മൾ വറവും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവി കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി അരച്ച് ചേർക്കാതെ നമുക്കിതിലേക്ക് പിന്നെ നമ്മുടെ ചേനയും പയറൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വെളുത്തുള്ളി അതിൻ്റെ കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും വെളുത്തുള്ളി. ഇതാവുമ്പോൾ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെളുത്തുള്ളി കടിക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കറി കുറുകി തുടങ്ങുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അരപ്പ് കുക്കായിക്കോളും. ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പയറൊക്കെ വേവുന്ന സമയത്ത് തന്നെ ഉള്ളിയൊക്കെ മുറിച്ച് വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തന്നെ വറവ് റെഡിയാക്കി എടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കണം. പിന്നെ എരിവ് കുറവാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എരിശ്ശേരി നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേനയുടെ കഷ്ണങ്ങളും പയറും ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാവും. ഞാനിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കുന്നില്ല. ഒരു 2-3 പീസൊക്കെ ഉടച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി കുറുകി തുടങ്ങി. ഞാനിനി വേറൊരു ബർണറിലേക്ക് മാറ്റി വച്ചിട്ട് നമുക്കിനി വറവ് റെഡിയാക്കാം. അപ്പോൾ വറവ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ഈ എരിശ്ശേരിക്കൊക്കെ വറവ് റെഡിയാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് തന്നെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരേണ്ടതല്ലേ, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ചേർക്കാമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ കടുക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പലപ്പോഴും ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയുന്നുണ്ട്, കമൻറ്റ്സ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീഡിയോയിലും ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നോക്കിയെടുക്കാൻ എളുപ്പം അത് നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം ഉള്ളി റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എരിശ്ശേരിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചധികം ഉള്ളി ചേർക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഇനി വറ്റൽമുളക് ചേർക്കുകയാണ്. 3-4 വറ്റൽമുളക് ആഡ് ചെയ്യാം നമുക്ക്. ആദ്യമേ തന്നെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവും. ഇങ്ങനെയാകുമ്പോൾ വറ്റൽമുളക് കളർ മാറിപ്പോവാതെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്യുക. കറിക്ക് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഈ തേങ്ങയിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ തേങ്ങ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉപ്പുണ്ടാവില്ല. ഇനി ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ കണ്ടോ നമ്മുടെ
തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ കളറ് മാറിയിട്ടുണ്ട്. എന്നാൽ വറ്റൽമുളകിൻ്റെ കളറ് അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഈ തേങ്ങ വറവ് റെഡിയാക്കുന്നതിലേക്ക് മിക്സ് ചെയ്യാം. അങ്ങനെയും നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മുഴുവനും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്കൊന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടോ നമ്മുടെ കറി കറക്റ്റ് തിക്നെസ് ആയിക്കഴിഞ്ഞു, അധികം ഗ്രേവി ഇല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കറി റെഡിയാക്കുമ്പോൾ ഇതൊരു 10 മിനിറ്റ് ഈ വറവ് റെഡിയാക്കിയത് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ തേങ്ങയുടെയും ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാം ടേസ്റ്റും സ്മെല്ലും ഒക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചേന പയർ എരിശ്ശേരി റെഡി ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.